കൂൺ ബെഡുകൾ ഇടാനുള്ള ഉറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കടയിൽ നിന്ന് കിട്ടിയ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള ഒരു കമ്പിയാണ് 1.5 mm അല്ലെങ്കിൽ 14 ഗോയിജിൻ്റെയാണ് മേടിച്ചിട്ടുള്ളത്. രണ്ടറ്റവും വളച്ച് അത് ഹുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഒരു 56 സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഞാൻ കമ്പികൾ മുറിച്ചത്. അതിലൊരു 6 സെൻറ്റിമീറ്ററോളം രണ്ടറ്റവും വളയ്ക്കാനായിട്ട് ആവശ്യം വരും. പിന്നെ ഒരു 50 സെൻറ്റിമീറ്റർ നീളം വരും. അങ്ങനെ അത് വളച്ച് അതിൻ്റെ രണ്ടറ്റവും കൂടെ വളച്ച് ഹുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ റിങ് റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു 26 റിങ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂൺപുരയിലേക്ക് പോകാം. കൂൺ ഷെഡ് റെഡിയാക്കിയിട്ടുണ്ട്. കൂൺ ഷെഡിന് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് മുകളിൽ 4 റോപ്പ് ഒന്നിച്ച് കെട്ടി മുകളിൽ നിന്ന് തൂക്കിയിട്ടിരിക്കുകയാണ്. മുകളിലുള്ള കമ്പി നീട്ടി വെച്ചിട്ടുണ്ട്. ആ കമ്പിയിൽ ആണ് റോപ്പ് ഞാൻ കെട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹുക്ക് ഇട്ടിട്ട് ഹുക്കിനകത്ത് കോർത്തിടാവുന്നതാണ്. അങ്ങനെ 4 റോപ്പാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഈ 4 റോപ്പിലും നമുക്ക് റിങ്ങുകൾ തൂക്കാം. ഞാനൊരു 26 റിങ് തൂക്കിയിട്ടുണ്ട്. ഓരോ ഉറിയിലും 3 എണ്ണം വെച്ചാണ് വെച്ചിട്ടുള്ളത്. കാരണം എനിക്ക് കംഫർട്ടബിളായിട്ട് ഹൈറ്റിന് എടുക്കാവുന്ന പാകത്തിനാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര എണ്ണം വേണമെങ്കിലും തൂക്കാം. ഒരു ബെഡ് മറ്റൊരു കൂൺ ബെഡുമായിട്ട് ടച്ച് ചെയ്യാതിരുന്നാൽ മാത്രം മതി. അതിന് കൃത്യമായ മെഷർമെൻ്റ് ഒന്നും തന്നെ ഇല്ല. എങ്കിലും ഞാനിവിടെ ഒരു ഉറിയിൽ 3 എണ്ണമാണ് തൂക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് കെട്ടുന്നതെന്ന് നോക്കാം. അങ്ങനെ റിങ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 4 റോപ്പും ഒരു മാർക്കർ ഉപയോഗിച്ച് 2 സൈഡും ഒന്ന് മാർക്ക് ചെയ്തിടുക. അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തൂങ്ങി കിടക്കില്ല. നല്ല കൃത്യമായിട്ട് നീളം കൃത്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടത് കെട്ടാനും സാധിക്കും. അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് റിങ് എടുത്ത് ഓരോ സൈഡും കെട്ടാം. അങ്ങനെ ഒരു ഉറി കെട്ടി കഴിഞ്ഞ് രണ്ടാമത്തെ ഉറി ഞാനൊരു സ്കെയിൽ വെച്ച് അളന്നാണ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് എല്ലാത്തിനും അളവ് ഒരേപോലെ ഇരിക്കും. ഒരു സ്കെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 32 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ അത്രയും വെച്ച് മാർക്ക് ചെയ്തു. വീണ്ടും നമുക്ക് പഴയ പോലെ തന്നെ അത് കെട്ടിയെടുക്കാം. അങ്ങനെ മൊത്തത്തിൽ 26 ബെഡിനുള്ള റിങ്ങാണ് ഞാൻ കെട്ടിയിട്ടുള്ളത്. ഒരു ഉറിയിൽ 3 എണ്ണം വെച്ചാണ് കെട്ടിയിട്ടുള്ളത്. കാരണം ലാസ്റ്റ് വരുമ്പോൾ 2 എണ്ണം അങ്ങനെയാണ് കെട്ടിയിട്ടുള്ളത്. ഈ ബെഡുകൾ എൻ്റെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ 3 എണ്ണമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ 26 എണ്ണം കഴിഞ്ഞിട്ട് ഈ കൂൺ ഷെഡിൽ ഒരു 300 എണ്ണമെങ്കിലും തൂക്കാവുന്നതാണ്. പക്ഷേ ഞാൻ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഒരു 26 എണ്ണമേ വെക്കുന്നുള്ളൂ. അതിനുള്ള വിത്തും കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഇനി അതെല്ലാം എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം ഇത് കഴിഞ്ഞിട്ട്.